ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ തുടർച്ചയായ നാലാമത്തെ ദിവസം നിഫ്റ്റിയും സെൻസെക്സും ഒന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സെൻസെക്സ് 521 പോയിന്റാണ് റാലി രേഖപ്പെടുത്തിയത്. നിഫ്റ്റിയിലും സെൻസെക്സിലും മികച്ച പ്രകടനം നടത്തിയ സ്റ്റോക്കുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടും HDFC ബാങ്ക് ഏറെ നാളുകൾക്ക് ശേഷം തിരികെ വന്നു. ഹിൻഡൽകോയും ബജാജ് ഓട്ടോയും ONGCയും MNOയും ശക്തമായ റാലി രേഖപ്പെടുത്തി. റിലയൻസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊട്ടക് ബാങ്കും TCSും ബജാജ് ഫിൻസർവും ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ HDFC ആണ് ഇന്ന് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിയിലും ശക്തമായ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ICICI ബാങ്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓയിൽ പ്രൈസ് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ഓട്ടോ സെക്ടറുകൾ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തി. റിലയൻസും ഏകദേശം ഒരു 1.2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. കാണാം FTSE, CSE 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട് ഒരു 0.45%. ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയ മാർക്കറ്റുകൾ നെഗറ്റീവായിരുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസ് ആണ്, എന്നാൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. കൂടാതെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി $4,138 പെർ ഔൺസ്. സിൽവർ എന്നാൽ 1.8% റാലിയിലാണ്. ബിറ്റ്കോയിൻ 750 പോയിന്റ് ഇടിഞ്ഞ് 61,000. ബ്രന്റ് ഓയിൽ 71 ആയിട്ടുണ്ട്. നാച്ചുറൽ ഗ്യാസും കൂൾ ഡൗൺ ആയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ ഈ നമ്മളുടെ ഓയിൽ പ്രൈസ് വലിയ തോതിൽ കൂൾ ഡൗൺ ആയി $70 പെർ ബാരലിന് താഴെ പോയിരുന്നു. ഇപ്പോഴാണ് തിരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഗ്ലോബലി നോക്കുമ്പോൾ അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ഇല്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ അവിടുത്തെ സുപ്രീം ലീഡറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. വലിയ തോതിലുള്ള ജനാവലികൾ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി. ഈ തെരുവിലിറങ്ങിയ ആളുകൾ ഇവരുടെ സുപ്രീം ലീഡറിനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതെ വിടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. കൂടാതെ തന്നെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് ശക്തമായിട്ടുള്ള മറുപടി നൽകുമെന്ന് ഈ നേതാക്കളും ജനങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രിയും മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ഇറാൻ നേതാവിനെയും നെക്സ്റ്റ് ലക്ഷ്യമിടാനായിട്ട് മടിക്കില്ല എന്ന് ഇസ്രായേലും അവരുടെ നിലപാട് ഘടിപ്പിച്ചു. അത് കാരണം ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഓൺഗോയിങ് ആണ്. അതിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അവരുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കുറച്ചും കൂടി ഒരു നെഗറ്റീവായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിയർ ആണ് ഇപ്പോൾ കാണുന്ന യൂറോപ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് വിസിബിളായി നിൽക്കുന്നത്. ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. എന്താ ഓപ്പൺ ഇൻട്രസ്റ്റ്? ഇപ്പോഴുള്ള നിഫ്റ്റിയുടെ സെൻറ്റിമെൻറ്റ്സ്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. 1.4 ആണ് നിഫ്റ്റിയുടെ PCR. കാണാം നിഫ്റ്റിയുടെ സ്പോട്ടായിട്ടുള്ള 24,500 താഴെ പുട്ട് റൈറ്റിംഗ് അടുത്ത മണി ഉൾപ്പെടെ ഹ്യൂജ് പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട്. അതായത് ഓപ്ഷൻ റൈറ്റേഴ്സ് നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ പരിസരത്ത് തന്നെ അവർ ഷോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൾ റൈറ്റിങ്ങും ഉണ്ട്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. ഇതിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നതാണ് ഇത്. നമുക്ക് നേരെ കാണാൻ സാധിക്കുകയല്ല. സെൻസിബിൾ പോലെയുള്ള സ്ട്രാറ്റജി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉണ്ട് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനായിട്ട്. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. പക്ഷേ നമുക്ക് ക്രിപ്റ്റോ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബ്രോക്കർ ഉണ്ട്. അതായത് നമ്മളുടെ സാധാരണ ഇന്ത്യയിലുള്ള ബ്രോക്കർ പോലെ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ITR ഫയൽ ചെയ്യാം, ലോസ് വന്നാൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. എങ്ങനെയാണോ ഇന്ത്യൻ ബ്രോക്കർ അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഗൂഗിൾ ഫോം. അതുപോലെ നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബിസിനസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. അഡ്വാൻസ് 27% ഉയർന്നു. ടാറ്റ മോട്ടോഴ്സ്, പഞ്ചിൻ്റെയും നെക്സൻ്റെയും പ്രൊഡക്ഷൻ 47% ഉയർന്നു. കൂടാതെ തന്നെ കറവും സിയറയുടെയും വോളിയം 3 മടങ്ങായിട്ട് ഉയർന്നു. വരുൺ ബിവറേജ്, ദേവയാനി ഫുഡ് ഇൻഡസ്ട്രീസിനെ
അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് $32 മില്യൺ കെനിയയിൽ നിന്നാണ് അക്യൂർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഒബ്രോയ് റിയാലിറ്റി കമ്പനി ഇവരുടെ ഗുർഗാവിലുള്ള പ്രൊജക്റ്റ് ഇവർക്ക് 8,109 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഫുള്ളി ബുക്കഡ് ആയിട്ടുണ്ട്. കൂടാതെ പനോമ ബയോടെക് കമ്പനി ഇവർ പുതിയ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. എൻവിറോ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 256 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റയമണ്ട് പ്രകാശ് ശ്രീവാസ്തവ പുതിയ CEO ആയിട്ട് നിയമിതനായി. എസ്കോട്ട് കുബൂത്ത കമ്പനി ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി ഇവരുടെ ഓർഡർ 2,300 കോടി രൂപ ഓർഡർ ആയി. നെയ്ക്ക ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഉയർത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ന്യൂസുകൾ. നമുക്ക് എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ് ന്യൂസും ഉണ്ട്. അപ്പോൾ ഇത് ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ കാണാം. താങ്ക് യു ഓൾ.